ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു? ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വിങ്സ് ആൻഡ് വീൽസിൽ വരുന്ന ഷിപ്പ് റെക്ഡ് സെയിലർ എന്ന സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. ദിസ് സ്റ്റോറി ഇസ് റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ഷിപ്പ് റെക്ക് എന്ന് വെച്ചാൽ എന്താണ്? കപ്പൽ തകർന്നു പോകുന്നതിനാണ് നമ്മൾ ഷിപ്പ് റെക്ക് എന്ന് പറയുക. ഷിപ്പ് റെക്കിനെ കുറിച്ചും സീ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് സ്റ്റോറീസ് ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഗളിവേഴ്സ് ട്രാവൽസ് പോലുള്ളവ. ഇവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, റോബിൻസൺ ക്രൂസോ. അതും കൂടെ വായിച്ചു നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവാം. ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? Robinson Crusoe is a character in Daniel Defoe's novel The Life and Adventures of Robinson Crusoe, published in the year 1919. ഡാനിയൽ ഡെഫയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലായ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നമ്മുടെ റോബിൻസൺ ക്രൂസോ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപ് ഡാനിയൽ ഡെഫോയുടെ റോബിൻസൺ ക്രൂസോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡയറിയാണ് തന്നിട്ടുള്ളത്. September 30, 1659. Poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal, unfortunate island, which I called the Island of Despair, all the rest of the ship's company being drowned, and myself almost dead. ഞാൻ ഈ പാവത്താനായ റോബിൻസൺ ക്രൂസോ വലിയൊരു കൊടുങ്കാറ്റിലകപ്പെട്ട് ഷിപ്പ് തകർന്നതു കാരണം തൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും മുങ്ങിപ്പോവുകയും താൻ മാത്രം പാതി ജീവനോടുകൂടി നിരാശയുടെ ദ്വീപെന്ന് താൻ വിളിക്കുന്ന ഈ ദൗർഭാഗ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തീരത്തണയുകയും ചെയ്തു. All the rest of the day I spent in afflicting myself at the dismal circumstances I was brought to. ആ ദിവസത്തിൻ്റെ ബാക്കി മുഴുവൻ താൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ ദുഃഖകരമായ സാഹചര്യത്തിൻ്റെ വേദനയിൽ ഞാൻ കഴിച്ചുകൂട്ടി. I had neither food, house, clothes, nor weapon. In despair, I saw nothing but death before me. Either that I should be devoured by wild beasts, murdered by savages, or starved to death for want of food. എനിക്ക് ഭക്ഷണമോ വീടോ വസ്ത്രമോ ആയുധമോ ഒന്നുമില്ലായിരുന്നു. നിരാശയിൽ മരണമല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒന്നുകിൽ ഞാൻ വന്യമൃഗങ്ങളാൽ ഭക്ഷിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ക്രൂര മനുഷ്യരാൽ വേട്ടയാടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചും പോയേക്കാം. At the approach of night, I slept in a tree for fear of wild creatures, but slept soundly, though it rained all night. വന്യമൃഗങ്ങളെ ഭയന്നുകൊണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഒരു മരത്തിനു മുകളിലാണ്. പക്ഷെ രാത്രി മുഴുവൻ മഴയുണ്ടായിരുന്നെങ്കിലും ഞാൻ വളരെ നന്നായി ഉറങ്ങി. ഈ റീഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് റോബിൻസൺ ക്രൂസോക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ദ്വീപിനെ നിരാശയുടെ ദ്വീപ് എന്ന് വിളിച്ചതെന്നും ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് അകപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഫീലിംഗ് എന്തായിരിക്കുമെന്നുമൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇമാജിൻ ദറ്റ് യു ആർ ഗോയിങ് ടു ലിവ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. യു ആർ ഗോയിങ് ടു ബി ദെയർ ഫോർ എ വീക്ക്. You can ask only 5 things to live there. What would they be and why would you ask them? Sit in groups and discuss why you need each of them. ഇതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കൊരു ഐലൻഡിൽ അകപ്പെടാൻ പോവുകയാണ് ഒരാഴ്ച കാലത്തേക്കെങ്കിൽ 5 അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ആവശ്യപ്പെടാമെങ്കിൽ നിങ്ങൾ എന്തെല്ലാമായിരിക്കും ചോദിക്കുന്നതെന്നും എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് 5 കാര്യങ്ങൾ അത്യാവശ്യമായി വേണ്ടി വരിക എന്നുമൊക്കെ നിങ്ങൾ ഗ്രൂപ്പിലിരുന്ന് ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ടർ, ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ്, ഷെൽട്ടർ, ദീസ് ഓൾ തിങ്സ്, ടോർച്ച്, മൊബൈൽ, വാട്ട് എവർ യു വിഷ്. അല്ലേ, നിങ്ങൾക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന ഇതിലുള്ള ഏത് കാര്യങ്ങളും 5 എണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസിന് ശേഷമാണ് നമ്മുടെ സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എ ഷിപ്പ് റെക്ഡ് സെയിലർ. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. Clinging to a life raft without food and water, he survived 10 days on the open sea. What happened to Velasco and his shipmates? Read the following extract from the novella and find out what happened to them. 1955 ഫെബ്രുവരി 28 കരീബിയൻ ഉൾക്കടലിൽ വെച്ചുകൊണ്ട് കപ്പൽ മറിഞ്ഞ് കടലിലകപ്പെട്ട 20 വയസ്സുകാരനായ ലൂയി അലെജാൻഡ്രോ വെലാസ്കോയുടെ കഷ്ടതകളെക്കുറിച്ചാണ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ഡ് സെയിലർ നമ്മളോട് പറയുന്നത്. അദ്ദേഹം ഒരു ലൈഫ് റാഫ്റ്റിൽ അള്ളിപ്പിടിച്ചു നിന്നുകൊണ്ട് ഭക്ഷണമോ വെള്ളമോ പോലും ഇല്ലാതെ ആ വിശാലമായ കടലിൽ 10 ദിവസങ്ങളോളം അതിജീവിച്ചു. അദ്ദേഹത്തിനും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കുമൊക്കെ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? താഴെ തന്നിരിക്കുന്ന എക്സ്ട്രാക്റ്റ് വായിച്ചിട്ട് അവരെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ അവർ സ്റ്റോറി.
My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. എനിക്ക് ആദ്യം തോന്നിയത് ഞാൻ നടുക്കടലിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണെന്നായിരുന്നു. കപ്പൽ അഗാധമായ ആഴങ്ങളിലേക്ക് മുങ്ങിക്കൊണ്ട് അപ്രത്യക്ഷമായി. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എനിക്ക് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുകയായിരുന്ന മരത്തിൻ്റെ ഒരു പെട്ടിയിൽ പിടികിട്ടുകയും ഞാൻ കടലിനെക്കുറിച്ച് അഗാധമായി ചിന്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. It was a perfectly clear day, except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. അത് വളരെ തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു. കാറ്റുകാരണം രൂപപ്പെട്ട ധാരാളം കുഞ്ഞു തിരമാലകളും മുകൾ പരപ്പിലൂടെ ചിതറിക്കിടക്കുകയായിരുന്ന കാർഗോയും ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഷിപ്പ്‌റെക്ക് നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. Soon I began to hear shouts nearby. പെട്ടെന്ന് തന്നെ അടുത്ത് നിന്ന് ആളുകളുടെ നിലവിളി കേൾക്കാൻ തുടങ്ങി. Through the sharp whistling of the wind, I recognized the voice of Giulio Amador Carabello, the tall, well-built officer who was yelling at someone. "Fatso, hold there!" തുളച്ചു കയറുന്ന കാറ്റിൻ്റെ ഇരമ്പത്തിനിടയിൽ ഞാൻ ജൂലിയോ അമാഡോർ കാരബെല്ലയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. അദ്ദേഹം വളരെ ടോൾ ആയിട്ടുള്ള വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഓഫീസറാണ്. അദ്ദേഹം ആരോടോ അലറിക്കൊണ്ടിരിക്കുന്നുണ്ട്. "ഫാറ്റ്സോ, ഹോൾഡ് ദെയർ!" അവിടെ പിടിച്ചു നിൽക്കാൻ. It was as if in that instant I had awakened from a moment's deep sleep. കാരബെല്ലയുടെ ആ ശബ്ദം കേട്ടപ്പോൾ ഞാനൊരു ഗാഠനിദ്രയിൽ നിന്നും ഉണർന്നത് ആ നിമിഷത്തിലാണെന്ന് എനിക്ക് തോന്നി. It dawned on me that I wasn't alone in the sea. എനിക്കപ്പോൾ ആ ബോധോദയമുണ്ടായി, ഞാൻ ഒറ്റയ്ക്കല്ല കടലിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. There, only a few meters away, my mates were shouting to one another and trying to stay afloat. അവിടെ ഏകദേശം മീറ്ററുകൾ അകലത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും പരസ്പരം ഷൗട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. Quickly, I began to think. പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. I couldn't swim in just any direction. വെറുതെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നീന്തുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. I knew we were about 50 miles from Cartagena, but I was not yet frightened. എനിക്കറിയാമായിരുന്നു ഞങ്ങൾ ഏകദേശം കാർട്ടേജീനയിൽ നിന്നും 50 മൈൽ അകലെയാണ് എന്ന്. എന്നിട്ടും ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. For a moment, I thought I could hold on to the crate indefinitely until help arrived. It was reassuring to know that all around me other sailors were in the same predicament. That was when I saw the raft. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി, എനിക്ക് അളവറ്റ സമയത്തേക്ക് സഹായം എത്തുന്നതുവരെ ആ ഒരു വുഡൻ ബോക്സിൽ പിടിച്ചുകൊണ്ട് കിടക്കാൻ സാധിക്കുമെന്നും. എൻ്റെ ഇതേ ദുരവസ്ഥയിൽ തന്നെയാണ് മറ്റെല്ലാ സെയിലേഴ്സും ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സമാധാനം തോന്നി. ആ സമയത്താണ് ഞാൻ ഒരു ലൈഫ് റാഫ്റ്റ് കണ്ടത്. There were two life rafts about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. It seemed odd that none of them could reach the life rafts. ഏകദേശം 7 മീറ്റർ അകലത്തായി 2 ലൈഫ് റാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് അപ്രതീക്ഷിതമായി ഒരു തിരമാലയുടെ മുകൾ ഭാഗത്തായിക്കൊണ്ട് ഈ ലൈഫ് റാഫ്റ്റ്സ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ അവർക്കാർക്കും തന്നെ ഈ ലൈഫ് റാഫ്റ്റിൽ എത്താൻ സാധിക്കാതിരുന്നത് വളരെ വിചിത്രമായി തോന്നി. In an instant, one of the rafts disappeared from view. I couldn't decide. I found myself swimming towards the one I could see, which was moving farther away from me. നിമിഷ നേരം കൊണ്ട് തന്നെ അതിലൊരു റാഫ്റ്റ് കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് കാണാൻ കഴിയുമായിരുന്ന ആ റാഫ്റ്റിന് നേരെ ഞാൻ സ്വയം നീന്തി പോകുന്നതായി മനസ്സിലാക്കി. അതാണെങ്കിലോ എന്നിൽ നിന്നും കൂടുതൽ അകലേക്ക് പോകുന്നുണ്ടായിരുന്നു. I swam for about 3 minutes. I lost sight of the raft momentarily, but I was careful not to lose my bearings. ഞാൻ ഏകദേശം 3 മിനിറ്റ് നീന്തി. ഒരു നിമിഷം ആ റാഫ്റ്റ് എൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ വെള്ളത്തിന് മുകളിലുള്ള ആ നിൽപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. Suddenly, a rough wave pushed the rafts alongside me. It was huge, wide and empty. പെട്ടെന്ന് പരുക്കനായ, അതായത് ശക്തമായ ഒരു തിരമാല ആ റാഫ്റ്റിന് എൻ്റെ അടുത്തേക്ക് തള്ളിവിട്ടു. അത് വളരെ വലുതും വെളുത്തതും
കാലിയുമായിരുന്നു. I struggled to grab the rigging and jump aboard. I made it on the third try. റിഗ്ഗിംഗ് പിടിച്ചുകൊണ്ട് റാഫ്റ്റിനുള്ളിലേക്ക് ചാടിക്കയറാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്കത് സാധിച്ചത്. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. Then I saw 3 of my mates near the raft trying to reach it. കിതച്ചുകൊണ്ട് കാറ്റിന്റെ പ്രഹരമേറ്റുകൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ മരവിച്ചു പോയിരുന്ന ഞാൻ റാഫ്റ്റിലെത്തിയതിനു ശേഷം ഇരിക്കാൻ ബുദ്ധിമുട്ടി. പിന്നീട് ഞാൻ റാഫ്റ്റിനടുത്തായിക്കൊണ്ട് എൻ്റെ 3 സുഹൃത്തുക്കൾ ആ റാഫ്റ്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നതായി കണ്ടു. I recognized them immediately. Castlo had a firm grip around Carabello's neck. Carabello, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castlo!" They floated amid the scattered cargo about 10 meters away. ഞാൻ പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചറിഞ്ഞു. കാസ്റ്റിലോ കാരബെല്ലോയുടെ കഴുത്തിലായിട്ട് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരബെല്ലോ ആണെങ്കിലോ അന്ന് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വാച്ചിങ്ങിൽ നിന്നിരുന്ന ആളായിരുന്നു. അദ്ദേഹം ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിലോയോട്. അവർ രണ്ടുപേരും ആ ചിതറിക്കിടക്കുന്ന കാർഗോയുടെ ഇടയിലൂടെ 10 മീറ്റർ അകലത്തായിക്കൊണ്ട് പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വെലാസ്കോ കേട്ടിരുന്ന ആ ശബ്ദം കാരബെല്ലോയുടെ ശബ്ദമായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ കാസ്റ്റിലോയുടെ കൂടെ കാണുന്ന ഈ വ്യക്തി. On the other side was Louis Rengifo trying to stay above water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better, but he had lost his life jacket. മറുവശത്തായിക്കൊണ്ട് തൻ്റെ വലത് കൈയിൽ ഹെഡ്ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ വേണ്ടി ലൂയി റെഞ്ചിഫോ ശ്രമിക്കുന്നതായിട്ടും അദ്ദേഹം കണ്ടു. നന്നായി നീന്താൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഷർട്ട് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ലൈഫ് ജാക്കറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നു. Even if I hadn't seen him, I would have recognized his cry, "Fatso, paddle over here!" ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉച്ചത്തിലുള്ള വിളി എനിക്ക് കേൾക്കാമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, "പാഡ്ൽ ഓവർ ഹിയർ, ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വരൂ" എന്ന്. ഫാറ്റ്സോ എന്നത് നമ്മുടെ ഓതറായിട്ടുള്ള വെലസ്കോയെ തന്നെയാണ് വിളിക്കുന്നത്. Now let's see paragraph 5. I quickly grabbed the oars and tried to get closer to the men. Carabello, with Castillo clinging to his neck near the raft. Much farther away, looking small and desolate, was the fourth of my mates, Ramon Herrera, who was waving at me while he held on to a crate. ഞാൻ പെട്ടെന്ന് തന്നെ തുഴയെടുത്തുകൊണ്ട് ആ മനുഷ്യരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. കാരബെല്ലോ തൻ്റെ കഴുത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാസ്റ്റിലോയുമായി റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. കുറച്ചുകൂടി ദൂരെ മാറി വളരെ ചെറുതായും ഏകാന്തനായും എൻ്റെ 4ാമത്തെ സഹയാത്രികനായ റോമൻ ഹെറേറയെയും കണ്ടു. അദ്ദേഹം ഒരു ക്രേറ്റിൽ പിടിച്ചുകൊണ്ട് എനിക്ക് നേരെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. If I had to decide, I wouldn't have known which of my mates to go after first. എനിക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്കറിയില്ലായിരുന്നു ഇതിൽ ആരുടെ നേർക്കാണ്, ഏത് സഹയാത്രികരുടെ നേർക്കാണ് ആദ്യം പോവേണ്ടത് എന്ന്. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. പക്ഷെ നിമിഷങ്ങൾക്ക് മുൻപ് വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അർജോനയിൽ നിന്നുള്ള ആ പ്രസന്നവാനായ യുവാവായ ഹെറേറയെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനു നേരെ വളരെ ശക്തിയോടുകൂടി തുഴയുവാൻ ആരംഭിച്ചു. But the life raft was almost 2 meters long. It was very heavy in that lurching sea and I had to row against the wind. പക്ഷേ ആ ലൈഫ് റാഫ്റ്റിന് ഏകദേശം 2 മീറ്ററോളം നീളമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഇളകി മറിയുന്ന കടലിൽ അത് വളരെ ഹെവിയായി അനുഭവപ്പെട്ടു. മാത്രമല്ല എനിക്ക് കാറ്റിന് എതിർ ദിശയിലാണ് തുഴയേണ്ടിയിരുന്നത്. I don't think I managed to advance more than a meter. Desperate, I looked around once more and saw that Herrera had disappeared. 1 മീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകൂടി നിരാശയോടെ ചുറ്റും നോക്കിയപ്പോൾ ഹെറേര അപ്രത്യക്ഷമായതായി ഞാൻ കണ്ടു. Only Rengifo was swimming confidently towards the raft. Rengifo മാത്രം റാഫ്റ്റിനു നേരെ ആത്മവിശ്വാസത്തോടുകൂടി നീന്തി വരുന്നുണ്ടായിരുന്നു. I was sure he would make it. I had heard him snoring below my bunk and I was convinced that his serenity was stronger than the sea. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുമെന്ന്. കാരണം എൻ്റെ ബങ്ക് ബെഡിന് താഴെ കിടന്നുകൊണ്ട് കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാന്തത എന്ന് പറയുന്നത് കടലിനേക്കാൾ ശക്തിയുള്ളതാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇവിടെ ശാന്തത എന്നതുകൊണ്ട് സെറിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
കാം ആൻഡ് കമ്പോസ് ആയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ഒരു പ്രതികരണത്തെയാണ്. ഈ ക്യാരക്ടേഴ്സിന്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കണേ. രഞ്ജിഫോ എന്ന് പറഞ്ഞാൽ മൂന്നാമതായി ആ ഹെഡ്ഫോണൊക്കെ കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് വന്നിരുന്ന ആളാണ്. Now look at paragraph 7. In contrast, Carabello was struggling with Castello so that Castello would not let go of his neck. രഞ്ജിഫോ കാമായിരുന്നെങ്കിലും നേരെ വിപരീതമായി കാരബെല്ലോ തൻ്റെ കഴുത്തിൽ നിന്നും കാസ്റ്റിലോ പിടിവിടാതിരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. They were less than 3 meters away. അവർ 3 മീറ്ററിൽ കുറഞ്ഞ ദൂരത്തിലാണ് നിന്നിരുന്നത്. I figured that if they got just a little closer, I could hold out an oar for them to grab. അവർ അല്പം കൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആ തുഴ അവർക്ക് നീട്ടിക്കൊടുക്കാം, എന്നിട്ട് അതിൽ പിടിക്കാൻ പറയാമായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. പക്ഷെ അതേ സമയം തന്നെ ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു തിര വന്ന് ആ റാഫ്റ്റിനെ വളരെ ഉയരത്തിലേക്ക് ഉയർത്തി. അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആ ചെറിയ കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എന്നിൽ നിന്നും അകന്നു പോകുന്നത് എനിക്ക് കാണാമായിരുന്നു. When I came down again, Carabello had vanished with Castello hanging on to his neck. ഞാൻ വീണ്ടും താഴെ വന്നപ്പോൾ കാരബെല്ലോ അപ്രത്യക്ഷനായിട്ടുണ്ടായിരുന്നു. കാസ്റ്റിലോ തൻ്റെ കഴുത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന അതേ നിലയിൽ, അതായത് രണ്ടുപേരും അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് കടലിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. Alone 2 meters away, Rengifo was still swimming calmly towards the raft. തനിച്ചായിക്കൊണ്ട് 2 മീറ്റർ മാറി രഞ്ജിഫോ ഇപ്പോഴും വളരെ ശാന്തനായിക്കൊണ്ട് ആ റാഫ്റ്റിന് നേരെ നീന്തി വരുന്നുണ്ടായിരുന്നു. I don't know why I did this absurd thing. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്റ്റുപ്പിഡായിട്ടുള്ള ഈ വിഡ്ഢിത്തരം ചെയ്തതെന്ന്. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. മുന്നോട്ട് പോവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ തുഴ വെള്ളത്തിൽ അനക്കാതെ വച്ചു. റാഫ്റ്റ് മുന്നിലേക്ക് പോവാതെ അത് അതിൻ്റെ സ്ഥലത്ത് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here." രഞ്ജിഫോ തളർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിമിഷം നിന്ന ശേഷം അദ്ദേഹത്തിൻ്റെ കൈ ആ ഹെഡ്ഫോൺ ഉയർത്തിയ സമയത്തേതുപോലെ ഉയർത്തി പിടിച്ചുകൊണ്ട് വീണ്ടും അലറി വിളിച്ചു പറഞ്ഞു, "ഫാറ്റ്സോ, ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വരൂ" എന്ന്. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try, but I felt he had not heard me. കാറ്റടിച്ചിരുന്നത് രഞ്ജിഫോ നിൽക്കുന്ന ഡയറക്ഷനിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് കാറ്റിനെതിരെ തുഴഞ്ഞു വരാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് അവൻ ഒന്നുകൂടി ശ്രമിക്കണമെന്നും, അതായത് ഇങ്ങോട്ട് നീന്തി വരാൻ ശ്രമിക്കണമെന്നും. പക്ഷെ അവൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നി. The crates of cargo had disappeared and the life raft danced from side to side, battered by the waves. കാർഗോ ബോക്സസ് അപ്രത്യക്ഷമാവുകയും റാഫ്റ്റ് വശങ്ങളിലേക്ക് ആടിയുലയുകയും ചെയ്തു തിരമാലകളുടെ ആക്രമണം കൊണ്ട്. In an instant, I was 5 meters away from Rengifo and had lost sight of him. ഒരു നിമിഷം കൊണ്ട് ഞാൻ രഞ്ജിഫോയിൽ നിന്നും 5 മീറ്റർ അകലത്തിലെത്തുകയും അദ്ദേഹവുമായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. But he appeared in another spot, still not panicking, ducking underwater to prevent the waves from sweeping him away. പക്ഷേ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴും അദ്ദേഹം പരിഭ്രാന്തനായിട്ടില്ലായിരുന്നു. അദ്ദേഹം വെള്ളത്തിനടിയിൽ വേവ്സ് അദ്ദേഹത്തെ തുടച്ചു നീക്കാതിരിക്കാൻ വേണ്ടി താഴ്ന്ന് കിടക്കുകയായിരുന്നു. I stood up, holding out the oar, hoping Rengifo could get close enough to reach it. But then I could see he was tiring, losing heart. He called to me again, sinking, "Fatso, Fatso." ഞാൻ തുഴ നീട്ടി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു, രഞ്ജിഫോയ്ക്ക് അതിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് അദ്ദേഹം ക്ഷീണിക്കുന്നതും മനസാന്നിധ്യം നഷ്ടപ്പെടുന്നതും കാണാൻ സാധിച്ചു. അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, "ഫാറ്റ്സോ, ഫാറ്റ്സോ" എന്ന്. I tried to row, but it was as hopeless as the first time. I made his last try so that Rengifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever, less than 2 meters from the oar.
ഞാൻ തുഴയാൻ ശ്രമിച്ചു, പക്ഷെ അത് ആദ്യ പ്രാവശ്യം പോലെ തന്നെ പ്രതീക്ഷയറ്റതായിരുന്നു. രഞ്ജിഫോയ്ക്ക് ആ തുഴയിലെങ്കിലും ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി ഞാൻ അവസാനമായി ഒരു ശ്രമം കൂടി നടത്തി. പക്ഷേ നിമിഷങ്ങൾക്ക് മുൻപ് ഹെഡ്ഫോൺസ് മുങ്ങിപ്പോവാതിരിക്കുവാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ചിരുന്ന ആ കൈകൾ എന്നേക്കുമായി തുഴയിൽ നിന്നും വെറും 2 മീറ്ററിൽ താഴെ മാത്രം ദൂരത്തിൽ മുങ്ങിപ്പോയി. I don't know how long I stayed like that, balancing in the life raft, holding out the oar. I kept searching the water, hoping that someone would surface soon. ഇത്ര സമയത്തേക്ക് ആ ഓർ നീട്ടിപ്പിടിച്ചുകൊണ്ട് ലൈഫ് റാഫ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നുവെന്ന് എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ മുകളിലേക്ക് പൊങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആ വെള്ളത്തിൽ പരതിക്കൊണ്ടേയിരുന്നു. But the sea was clear and the wind, getting stronger, blew against my shirt like the howl of a dog. പക്ഷെ കടലിൽ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. വളരെ ക്ലിയർ ആയിരുന്നു. മാത്രവുമല്ല, നായ ഓരിയിടുന്ന ശബ്ദത്തിൽ ശക്തമായി കാറ്റ് എൻ്റെ ഷർട്ടിനെതിരായിക്കൊണ്ട് അടിക്കുന്നുമുണ്ടായിരുന്നു. The cargo had disappeared. The mass, growing more distinct, proved that the small ship had not sunk as I had first thought. I felt calm. I thought that one of my mates had managed to reach the other life raft. കാർഗോ എല്ലാം അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. അതുപോലെ കപ്പലിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗമായ മാസ്റ്റ് വീണ്ടും ക്ലിയറായി കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചതുപോലെ കപ്പൽ പൂർണ്ണമായി മുങ്ങിപ്പോയിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അല്പം ശാന്തനായി. ഞാൻ വിചാരിച്ചു എൻ്റെ മറ്റേതെങ്കിലും ഒരു സഹയാത്രികൻ അടുത്ത ലൈഫ് റാഫ്റ്റിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന്. There was no reason they shouldn't have reached it. The rafts weren't provisioned. In fact, none of the life rafts of the small ship was outfitted. But there were 6 of them apart from the rowboats and the whalers. അവരതിൽ എത്തിപ്പെടാതിരിക്കാൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ആ റാഫ്റ്റ്സ് ഒന്നും തന്നെ എല്ലാ സൗകര്യങ്ങളും ഒന്നും ഉള്ളതായിരുന്നില്ല. അതിൽ ഒന്നിൽ പോലും അതിലേക്ക് വേണ്ട എക്വിപ്മെൻസും ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എന്നിരുന്നാലും അതിൽ അങ്ങനെയുള്ള 6 റാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. റോബോട്ട്സിനെയും വെയിലേഴ്സിനെയും, അതായത് മറ്റു രീതിയിലുള്ള ചെറിയ ബോട്ടുകളെ കൂടാതെ 6 ലൈഫ് റാഫ്റ്റ്സ് അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ എങ്കിലും ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിരിക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. It was reasonable to believe that some of my mates had reached the other life rafts as I had reached mine, and perhaps the destroyer was searching for us. ഞാൻ എൻ്റെ ലൈഫ് റാഫ്റ്റിൽ എത്തിപ്പെട്ടതുപോലെ മറ്റൊരു ലൈഫ് റാഫ്റ്റിൽ എൻ്റെ മറ്റൊരു സുഹൃത്ത് എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നത് തികച്ചും ന്യായമായിരുന്നു. ഒരുപക്ഷെ ഡിസ്ട്രോയർ അവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കാം. അതായത് ഒരു ഷിപ്രക്കിന്റെ രൂപത്തിൽ അവരുടെ നാശത്തിനു വേണ്ടി വന്ന ആ ശക്തി ഇവരെ കൂടി അന്വേഷിക്കുന്നുണ്ടായിരിക്കും. Very soon I was aware of the sun, a midday sun, hot and metallic. Stupefied, not fully recovered, I looked at my watch. It was noon on the dot. പെട്ടെന്ന് തന്നെ എനിക്ക് സൂര്യൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യം വന്നു. വളരെ ഉച്ച സമയമായിരുന്നു. വളരെ മെറ്റാലിക് ആയിരുന്നു. കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനായിരുന്നു. വളരെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ട് തന്നെ പൂർണ്ണമായും റിക്കവർ അല്ലായിരുന്ന ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി. അപ്പോൾ ഉച്ച സമയം തന്നെയാണ് അതിൽ കാണിച്ചിരുന്നത്. The last time Rengifo had asked me the time on the small ship, it was 11:30. അവസാനമായി രഞ്ജിഫോ ആ ചെറിയ കപ്പലിൽ വെച്ചുകൊണ്ട് എന്നോട് സമയം ചോദിച്ചപ്പോൾ 11:30 ആയിരുന്നു. I had checked the time again and the disaster had not yet occurred. ഞാൻ വീണ്ടും സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുവരെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. When I looked at my watch on the life raft, it was exactly noon. ലൈഫ് റാഫ്റ്റിൽ വെച്ച് ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കിയപ്പോൾ അത് തികച്ചും ഉച്ച സമയം തന്നെ ആയിരുന്നു. It had taken only 10 minutes for everything to happen. For me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. എല്ലാം സംഭവിക്കാൻ വെറും 10 മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഞാൻ ലൈഫ് റാഫ്റ്റിൽ എത്തിപ്പെടാനും എൻ്റെ ഷിപ്പ്മേറ്റ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുവാനും അനക്കമില്ലാതെ ലൈഫ് റാഫ്റ്റിൽ നിൽക്കുവാനും ഈ കാലിയായിട്ടുള്ള കടലിൽ തപ്പിക്കൊണ്ടിരിക്കുവാനും അതുപോലെ ഈ ഷാർപ്പ് ഹൗളിംഗ് സൗണ്ട്, ഈ വിൻഡിൻ്റെ ഷാർപ്പ് ഹൗളിംഗ് സൗണ്ട് കേട്ടുകൊണ്ട് നിൽക്കുവാനും എല്ലാം 10 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. ഞാൻ വിചാരിച്ചു അവർക്ക് എന്നെ രക്ഷപ്പെടുത്താൻ ഇനിയും 2-3 മണിക്കൂറുകൾ വേണ്ടി വരുമെന്ന്. അതായത് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരുമെന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. 2 or 3 hours I calculated. ഞാൻ വീണ്ടും കണക്ക് കൂട്ടി.
2 മണിക്കൂറുകൾ. It seemed an extraordinarily long time to be alone at sea, but I tried to resign myself to it. അത് തീർത്തും വളരെ ദീർഘമായ ഒരു സമയമാണ് ഒറ്റയ്ക്ക് കടലിൽ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നി. പക്ഷേ എന്നാലും ഞാൻ അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. I had no food or water, and by 3 in the afternoon I would surely have a searing thirst. എൻ്റെ അടുത്ത് ഭക്ഷണമോ വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും, അതായത് 3 മണിയാവുമ്പോഴേക്കും ഞാൻ വളരെ നന്നായിട്ട് ദാഹിച്ചിട്ടുണ്ടായിരിക്കും. The sun burnt my head and my skin, which was dry and hardened by salt. Since I had lost my cap, I splashed water on my head and I just sat on the side of the raft waiting to be rescued. ഉപ്പ് കാരണം വരണ്ട് ഹാർഡായി പോയിരുന്ന എൻ്റെ തലയും തൊലിയുമെല്ലാം സൂര്യൻ നന്നായി പൊള്ളലേൽപ്പിച്ചു. എൻ്റെ ക്യാപ്പ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തലയിലൂടെ വെള്ളമൊഴിച്ച് ആ റാഫ്റ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുന്നതും കാത്തിരുന്നു. It was only then that I felt the pain in my right knee. The thick blue drill fabric of my trouser leg was wet, so I had a hard time rolling it up. But when I did, I was startled. I saw a deep half-moon-shaped wound on the lower part of my knee. അപ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ വലത് കാൽമുട്ടിലായിക്കൊണ്ട് ഒരു വേദന അനുഭവപ്പെട്ടത്. വളരെ കട്ടിയുണ്ടായിരുന്ന എൻ്റെ പാൻറ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മുകളിലേക്ക് മടക്കി വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം മുറിയും വേദനയും ഉള്ളതുകൊണ്ട്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ കാൽമുട്ടിന് താഴെയായിട്ട് ആഴത്തിൽ ഒരു ഹാഫ് മൂൺ ഷേപ്പിലുള്ള മുറിവ് ഞാൻ കണ്ടു. I did not know if I had gashed it on the side of the ship or if it had happened when I hit the water, for I did not notice it until I was seated in the life raft. ആ മുറിവ് ഷിപ്പിൽ എവിടെയെങ്കിലും വെച്ച് ഇടിച്ചപ്പോൾ ഉണ്ടായതാണോ അതോ വെള്ളത്തിൽ വെച്ചുണ്ടായതാണോ എന്നെനിക്കറിയില്ലായിരുന്നു, കാരണം ഞാൻ ആ റാഫ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagine. മുറിവൽപ്പം നീറ്റിലുണ്ടായിരുന്നെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലീഡിംഗ് നിൽക്കുകയും ഉണങ്ങുകയും ചെയ്തിരുന്നു. അത് ഉപ്പുവെള്ളം കൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Uncertain as to what to do, I decided to make an inventory of my belongings. I wanted to figure out what I could count on in my solitude at sea. First of all, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. എന്തു ചെയ്യണമെന്നൊരു രൂപവുമില്ലാത്തത് കാരണം എന്തൊക്കെയാണ് എനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഉള്ളത് എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. കടലിലെ ഈ ഏകാന്തതയിൽ എന്തിനെയൊക്കെയാണ് എനിക്ക് വിശ്വസിക്കാവുന്നത് എന്നെനിക്കൊന്ന് നോക്കണമായിരുന്നു. ആദ്യമായി കൃത്യസമയം കാണിക്കുന്ന എൻ്റെ വാച്ച് എൻ്റെ കൂടെയുണ്ടായിരുന്നു. ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോഴും അതിലേക്ക് നോക്കാതിരിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. In addition, I had my gold ring which I had bought in Cartagena the year before and a chain with the medal of the Virgin of Carmen on it, also purchased in Cartagena from another sailor for 35 pesos. ഇതുകൂടാതെ എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വർഷം കാർട്ടജീനയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഒരു ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു. അതുകൂടാതെ 35 പീസോസ് കൊടുത്തുകൊണ്ട് മറ്റൊരു കാർട്ടജീന യാത്രയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വിർജിൻ ഓഫ് കാർമണിൻ്റെ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ലോക്കറ്റോട് കൂടിയ ഒരു ചെയിനും ഉണ്ടായിരുന്നു. In my pockets, I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. എൻ്റെ പോക്കറ്റിൽ ആ ചെറിയ ഷിപ്പിലെ എൻ്റെ ലോക്കറിൻ്റെ കീയും ജനുവരിയിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു മൊബൈൽ സ്റ്റോറിൽ നിന്നും കിട്ടിയ 3 ബിസിനസ് കാർഡ്സും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. Since I had nothing to do, I read the cards over and over to distract myself until I was rescued. മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുന്നതുവരെ എൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഞാൻ ആ കാർഡ്സ് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെലസ്കോയെ 3 മണിക്കൂർ കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുത്തിയിട്ടില്ല. 10 ദിവസം അദ്ദേഹം ആ ലൈഫ് റാഫ്റ്റിൽ കഴിച്ചു കൂട്ടിയെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിലേ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരും ഈ സ്റ്റോറിയിൽ നടക്കുന്ന പ്രധാന ഈവൻസും ഒന്ന് ഓർത്തു വെക്കണം. വളരെ പെട്ടെന്നാണ് ഈ സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.